ഞാനിത് തുറന്ന് വായിച്ചിട്ടില്ല. അടുത്ത ആഴ്ചയല്ലേ അമ്മയുടെ എന്ന് പറഞ്ഞ് രാഘവൻ നിർത്തി. ഗൗരിക്ക് വല്ലാതെ സങ്കടം വന്നു. നീ പോണം, അമ്മ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഗൗരി കണ്ണു തുടച്ചുകൊണ്ട് മൂളി. ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ശരി, വല്ലപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് വായോ. പങ്കജവും മക്കളും എവിടെയെന്ന് അകത്തേക്ക് നോക്കി നിന്ന ഗൗരിയുടെ ശ്രദ്ധ പെട്ടെന്ന് ദീപ്തിയുടെയും പങ്കജത്തിൻ്റെയും ബഹളത്തിലേക്ക് തിരിഞ്ഞു. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്, എങ്ങോട്ടാ ഈ ഓടുന്നത്? പങ്കജം ദീപ്തിയെ പിന്തുടർന്ന് ഹാളിലേക്ക് വന്നു. ദീപ്തി എല്ലാവരെയും വലം വെച്ച് പങ്കജത്തിന് പിടികൊടുക്കാതെ ഓടി. ഇങ്ങ് താടി എന്ന് പറഞ്ഞ് പങ്കജം ദീപ്തിയുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടി തട്ടിത്തെറിപ്പിച്ചു വാങ്ങി അകത്തേക്ക് പോകാൻ തിരിഞ്ഞു. അപ്പോൾ ദീപ്തി വിളിച്ചു പറഞ്ഞു, അച്ഛാ, അത് ചേച്ചിയുടേതാ. ചേച്ചി വരുമ്പോൾ കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ. പങ്കജം അത് വകവയ്ക്കാതെ അകത്തേക്ക് പോയപ്പോൾ രാഘവൻ ചോദിച്ചു, എന്താ അത്? ഒന്നുമില്ല, അവൾ വെറുതെ ഭ്രാന്ത് പറയുന്നതാ എന്ന് പറഞ്ഞ് പങ്കജം നടക്കാൻ തുടങ്ങിയതും ദീപ്തി വീണ്ടും പറഞ്ഞു, അച്ഛാ, അതെല്ലാം നന്ദിനി അമ്മയുടേതാ. ഗൗരി ചേച്ചി വരുമ്പോൾ അതെല്ലാം കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോൾ അമ്മ അതെല്ലാം ഒളിപ്പിച്ചു വയ്ക്കാൻ നോക്കുക. ഓർമ്മ വന്നതുപോലെ രാഘവൻ പങ്കജത്തോട് പറഞ്ഞു. പങ്കജം, ആ പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവാ. ദീപ്തിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പങ്കജം ആ പെട്ടി രാഘവന് കൊടുത്തു. അയാൾ അത് തുറന്നു നോക്കി എല്ലാം ഭദ്രമായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഗൗരിയുടെ അടുത്തേക്ക് നീങ്ങി പറഞ്ഞു, ഇതെല്ലാം നിന്റെ അമ്മയുടേതാ, നിനക്ക് മാത്രം അവകാശപ്പെട്ടത്. ആവേശത്തോടെ ഗൗരി അത് വാങ്ങി തുറന്നു. അമ്മയുടെ ഓർമ്മകളിലേക്ക് അവൾ ഒരു നിമിഷം ലയിച്ചു. കണ്ണുകൾ നിറഞ്ഞു വന്നെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കാതിലെ ജിമിക്കി, കഴുത്തിലെ താലിമാല, പാലയ്ക്കമാല, വളകൾ, അമ്മയുടെ പ്രിയപ്പെട്ട ആഭരണങ്ങൾ അച്ഛൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് രാഘവനോട് വല്ലാതെ സ്നേഹം തോന്നി. ഇതെല്ലാം രാഘവേട്ടൻ ഉണ്ടാക്കി കൊടുത്തതല്ലേ, അപ്പം ഇതെല്ലാം എൻ്റെ മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാ. ഇവൾക്ക് മാത്രം കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊന്നും ഞാൻ വാങ്ങിക്കൊടുത്തതല്ല, നന്ദിനി കല്യാണത്തിനിട്ടിരുന്നതാ. നിന്നെപ്പോലെ ഒരു ദരിദ്രവാസി ആയിരുന്നില്ല നന്ദിനി. ഇതെല്ലാം ഗൗരിക്ക് മാത്രമുള്ളതാ. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കരയണ്ട, ഇതെല്ലാം നിനക്കുള്ളതാ. ഇതെല്ലാം ഇവിടെ ഇരിക്കുമ്പോഴാ സ്ത്രീധനൊന്നും കൊടുക്കാതിരിക്കാൻ ഞാൻ നിന്നെ. രാഘവന്റെ ശബ്ദം ഇടറി. സാരല്ല അച്ഛാ, അവൾ രാഘവനെ സമാധാനിപ്പിച്ചു. അച്ഛാ, അമ്മയുടെ ഫോട്ടോ ഒന്നുമില്ലേ? ഓ, അതെല്ലാം ഞാനെടുത്ത് തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു, പങ്കജം പറഞ്ഞു. ഗൗരി സങ്കടത്തോടെ തലകുനിച്ച് നിന്നപ്പോൾ ദേവൻ കൈ പിടിച്ചു. ഗൗരി, വാ, നമുക്ക് പോകാം. 10 ലക്ഷം രൂപ ചെലവാക്കി ഇവളെ താലി കെട്ടി കൊണ്ടുപോകുമ്പോൾ ഞാൻ വിചാരിച്ചു നീ വലിയ കോടീശ്വരനാണെന്ന്. ഇവിടുന്ന് പോകുമ്പോൾ ഇവളുടെ കയ്യിൽ 4 കരിവളയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം അതുമില്ല, പകരം ഒരു ചരട്. ഇപ്പം കിട്ടിയിട്ടുണ്ടല്ലോ, അതെങ്കിലും ദേഹത്തിട്ട് കൂടെ കൊണ്ട് നടക്ക്. അല്ലെങ്കിൽ നീയൊരു പിച്ചക്കാരനാണെന്ന് ആളുകൾ കരുതും, പങ്കജം ദേവനോട് പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ പങ്കജത്തിന് നേരെ ചെന്ന് പറഞ്ഞു, ഇവളുടെ ഇളയമ ആയതുകൊണ്ടാണ് ഞാൻ സഹിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയെ അപമാനിക്കാനോ സങ്കടപ്പെടുത്താനോ ശ്രമിക്കുന്ന നിങ്ങളുടെ നാവ് ഞാൻ പിഴുതെടുക്കുമായിരുന്നു. ഇതെല്ലാം നിങ്ങളുടെ ഭർത്താവ് വാങ്ങിക്കൊടുത്തതായിരുന്നെങ്കിൽ ഇത് ഞാൻ ഇവളെ കൊണ്ട് തൊടാൻ സമ്മതിക്കില്ലായിരുന്നു. ഇവൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാൻ എനിക്കറിയാം, വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. എന്നാൽ ഇവൾ ഇതുപോലുള്ള ആർഭാടമൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവൾ ഇങ്ങനെ നടക്കുന്നത്, അല്ലാതെ വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ലാത്തത് കൊണ്ടല്ല. ഇവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവൾക്ക് വേണ്ടി സ്വർണം കൊണ്ട് തുലാഭാരം വേണമെങ്കിലും ഞാൻ നടത്തും. അല്ലാതെ നിങ്ങളുടെ ഭർത്താവ് കൊടുത്തുവിടുന്ന ഈ തരി സ്വർണം ഇവൾക്ക് വേണ്ട. എന്നാൽ ഇത് ഇവളുടെ അമ്മയുടേതാ. അത് ഇവൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവൾ എടുക്കും, അല്ലെങ്കിൽ ഇവിടെ ഉപേക്ഷിക്കും. ദേവേട്ടാ, വേണ്ട, പോവാം. എന്നിട്ട് രാഘവനെ നോക്കി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഇറങ്ങുക. അവൾ ദീപ്തിയോടും യാത്ര പറഞ്ഞു. ദിയയെയും പങ്കജത്തെയും നോക്കുക മാത്രം ചെയ്ത് അവരവിടെ നിന്നിറങ്ങി. അമ്മയുടെ ഫോട്ടോകൾ കത്തിച്ചു എന്ന പങ്കജത്തിൻ്റെ മറുപടി ഗൗരിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. കാറിൽ ഇരുവരും മൗനമായി ഇരുന്നു. ഗൗരി ആ പെട്ടി മെല്ലെ തുറന്നു നോക്കി. അമ്മ അണിഞ്ഞിരുന്ന ആ താലിമാലയിലും ജിമിക്കിയിലും അവളുടെ വിരലുകൾ തഴുകി. അമ്മയുടെ സ്പർശമുള്ള ആ വസ്തുക്കൾ. ഒരു നിമിഷം അവൾക്ക് അമ്മ തൊട്ടരികിലുള്ളതുപോലെ തോന്നി. അമ്മേ, അവൾ അടഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. ഗൗരി അവളുടെ അമ്മയുടെ ഓർമ്മകളിലാണെന്ന് ദേവന് മനസ്സിലായി. അവൻ ഗൗരിയുടെ തോളിൽ മെല്ലെ കൈവച്ചു. അവൾ ആ ജിമിക്കി കയ്യിലെടുത്ത് ദേവനെ നോക്കി പറഞ്ഞു, അമ്മയുടെ ജിമിക്കിയാ, എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ എന്നെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതിൽ തട്ടിക്കളിക്കുമായിരുന്നു. ജിമിക്കി ആ പെട്ടിയിൽ തന്നെ വെച്ച് താലിമാല കയ്യിലെടുത്ത് പറഞ്ഞു, അമ്മയുടെ താലിമാല,
അമ്മ എന്നെ ഉറക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇതിൽ പിടിച്ചാ കിടക്കാറ്. എൻ്റെ അരികിൽ നിന്ന് അമ്മ എഴുന്നേൽക്കുമ്പോൾ എനിക്കറിയാൻ. വിലപിടിപ്പുള്ളതായതിനാൽ ഇതെല്ലാം അച്ഛൻ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ അമ്മയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഗൗരി പൊട്ടിക്കരഞ്ഞു. ദേവൻ വഴിയരികിൽ കാർ നിർത്തി. ഗൗരി, കരയാതെ. നിന്റെ അമ്മയുടെ മുഖം നിന്റെ മനസ്സിലുണ്ടാവുമല്ലോ. നല്ലൊരു ചിത്രകാരനെ കൊണ്ട് നമുക്കത് വരച്ചെടുപ്പിക്കാം. എനിക്ക് 5 വയസ്സാവുന്നതിന് മുൻപേ അമ്മ മരിച്ചു. അമ്മയുടെ മുഖം എനിക്കിപ്പോൾ വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശി പറയുമായിരുന്നു അമ്മ എന്നെപ്പോലെയാണെന്ന്. അമ്മാവൻ്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ ഫോട്ടോകൾ. അമ്മായി വഴക്കു പറയുമ്പോൾ ഞാൻ ആ ഫോട്ടോയിൽ നോക്കി സങ്കടം പറയുമായിരുന്നു. മരണമെന്നാൽ എന്താണെന്നറിയാത്ത പ്രായം. അമ്മ എവിടെയോ യാത്ര പോയതാണെന്ന് മുത്തശ്ശി പറയുന്നത് വിശ്വസിച്ച് ഞാൻ ആ ഫോട്ടോയിൽ നോക്കി ചോദിക്കുമായിരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ, എന്തിനാ എന്നെ ഇവിടെ വിട്ടുപോയേന്ന്. ആ ഫോട്ടോകളിൽ നോക്കി ചോദിക്കുന്നത് കേട്ട് അമ്മായി അതെല്ലാം എടുത്ത് നശിപ്പിച്ചു. അമ്മയുടെ ഓർമ്മകൾ പോലും എനിക്ക് കൂട്ടിയിരിക്കരുതെന്ന് കരുതിയാവണം ആ ഫോട്ടോകളെല്ലാം അവർ തല്ലി തകർത്ത് തീയിലിട്ടത്. ഞാനന്ന് ആ തീനാമ്പുകൾക്കിടയിൽ ഓടിപ്പോയി ഓരോ കഷ്ണങ്ങൾ എടുക്കാൻ ശ്രമിച്ചു. കൈ പൊള്ളി നിന്ന് കരയുന്ന എന്നെ അമ്മാവൻ ഒരുപാട് തല്ലി. തടയാൻ ശ്രമിച്ച മുത്തശ്ശിക്കും കിട്ടി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. ആ നെഞ്ചിൽ എത്ര വലിയ സങ്കടമാണ് ഇത്രയും കാലം അടക്കി വെച്ചിരുന്നത് എന്നോർത്തപ്പോൾ അവന് സങ്കടം സഹിക്കാനായില്ല. ഗൗരിയുടെ തേങ്ങലുകൾ ദേവൻ്റെ ഷർട്ടിൽ നനവ് പടർത്തിക്കൊണ്ടിരുന്നു. ഒരു കാലത്ത് ആരും കേൾക്കാനില്ലാതിരുന്നവൾ ഇപ്പോൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് വിതുമ്പുമ്പോൾ അവളിൽ വല്ലാതൊരാശ്വാസം തോന്നി. അവൻ അവളുടെ മുടിയിഴകളിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു, കരയാതെ ഗൗരി, ഇനി നീ സങ്കടപ്പെടില്ല. ഒന്നിനു വേണ്ടി ഞാനുണ്ടല്ലോ നിന്റെ കൂടെ, നിന്റെ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ, നിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ. അവൾ മെല്ലെ മുഖമുയർത്തി അവനെ നോക്കി. ഉള്ളം നീറുന്നുണ്ടെങ്കിലും അവൻ്റെ വാക്കുകൾ അവൾക്ക് വലിയൊരാശ്വാസമായി തോന്നി. അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ദേവൻ കാറെടുത്ത് മഹേന്ദ്രത്തിൻ്റെ മുറ്റത്ത് ചെന്ന് നിർത്തി ഇറങ്ങി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ രവി വീൽചെയർ തള്ളി അവരുടെ അടുത്തേക്ക് വന്നു. രവിയുടെ മുഖത്തെ ഗൗരവം കണ്ട് ദേവൻ അവനെ സൂക്ഷിച്ചു നോക്കി. എവിടെയായിരുന്നു രണ്ടാളും ഇത്രയും നേരം? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയാണോ രണ്ടാളുടെയും കറക്കം? ദേവനും ഗൗരിയും പരസ്പരം നോക്കി. രവി തുടർന്നു, എന്താ രണ്ടാളുടെയും വിചാരം? നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നടന്നാലും ആരും ഒന്നും ചോദിക്കില്ല എന്നോ? എടാ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾക്കൊന്നിച്ച് 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അവിടെ എല്ലാം പോയി. വരാൻ അല്പം ലേറ്റായി. അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? വരാൻ ലേറ്റാവുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നതല്ലേ. വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ കല്യാണം ശരിക്കും കഴിഞ്ഞതൊന്നും അല്ലല്ലോ. ശരിക്കും കല്യാണം കഴിയുന്നതിന് മുൻപ് എൻ്റെ അനിയത്തെ കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതൊന്നും എനിക്കിഷ്ടല്ല. ദേവനും ഗൗരിയും പരസ്പരം നോക്കി ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? ചിരിക്കാൻ ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഓ, അപ്പോൾ ഇതൊരു ഏട്ടൻ്റെ ഉത്തരവാദിത്തമായിരുന്നോ? ആ, ഏട്ടന്മാർക്ക് അങ്ങനെ അനിയത്തിമാരുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. സോറി ഏട്ടാ, കുറച്ച് വൈകിപ്പോയി. അതിനിങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞ് ഗൗരി രവിയുടെ അടുത്തേക്ക് ചെന്നു. രവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എവിടെ പോയതായിരുന്നു രണ്ടാളും? ഉച്ചയ്ക്ക് ഇവളുടെ അച്ഛൻ ഓഫീസിൽ വന്നപ്പോൾ പറഞ്ഞു ഇവളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അതെന്താണെന്ന് അറിയാലോന്ന് കരുതി ഇവളുടെ വീട്ടിലൊന്ന് പോയി. മതി ചോദ്യം പറച്ചിലും എല്ലാം. സമയം ഒരുപാട് വൈകി. ഇനി പോയി കിടക്കാൻ നോക്കിൻ എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടേക്ക് വന്നു. ദേവൻ ഗൗരിയോട് പറഞ്ഞു, പോയി കിടന്നോ. അവൾ അവിടുന്ന് പോയപ്പോൾ ദേവൻ ചോദിച്ചു, നിങ്ങൾ കഴിച്ചോ? നിങ്ങളെ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു, രവി പറഞ്ഞു. നിന്നെ കൊണ്ടുപോയി കിടത്തിയിട്ട് വേണം എനിക്കൊന്ന് കിടക്കാൻ എന്ന് പറഞ്ഞ് രാമേട്ടൻ വീൽ ചെയറിനടുത്തേക്ക് വന്നപ്പോൾ ദേവൻ പറഞ്ഞു, രാമേട്ടൻ പോയി കിടന്നോ, ഇവൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. രാമേട്ടൻ ഡോറെല്ലാം അടച്ച് മുറിയിലേക്ക് പോയപ്പോൾ ദേവൻ രവിയെ കൊണ്ട് അവൻ്റെ റൂമിലേക്ക് ചെന്നു. നീ ഇവിടെ കിടക്ക്, ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വരാം. നന്നായി കുളിച്ചോ. ബീച്ചിലെ മണലിൻ്റെ അംശമെല്ലാം നല്ലോണം ദേഹത്തുണ്ട്.